കൊടുങ്ങല്ലൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മരിച്ചത് മേത്തല പ്ലാവിടപ്പറമ്പിൽ സത്യന്റെ ഭാര്യ 62 വയസ്സുള്ള ഷീജ. ഊരകത്ത് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം. തൃശൂർ പൂച്ചുന്നിപ്പാടം സ്വദേശി ജെറിയുടെ ഭാര്യ സ്നേഹയാണ് മരിച്ചത്. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പഞ്ചായത്തായി മാളയിൽ 21 വാർഡുകളിലായി 92 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മേത്തല വെസ്റ്റ് അരാക്കുളം പ്ലാവിടപ്പറമ്പിൽ സത്യന്റെ ഭാര്യ 62 വയസ്സുള്ള ഷീജയാണ് മരിച്ചത്. 1.5 മാസം മുൻപ് ഇവരുടെ ദേഹത്ത് തെരുവ് നായയുടെ നഖം കൊണ്ട് മുറിവ് പറ്റിയിരുന്നു. പനിയും വിറയലുമായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുന്നംകുളം ആരോഗ്യ കേന്ദ്രത്തിൽ ഷീജ ചികിത്സയ്ക്കെത്തിയത്. പിന്നീട് പേബാധയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 1.5 മാസം മുമ്പ് ഇവരുടെ ദേഹത്ത് തെരുവ് നായയുടെ നഖം കൊണ്ട് മുറിവ് പറ്റിയിരുന്നു. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നില്ല. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂരിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം. ഇന്ന് രാവിലെയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഊരകത്ത് വെച്ചാണ് അപകടം. തൃശൂർ പൂച്ചുന്നിപ്പാടം സ്വദേശി ജെറിയുടെ ഭാര്യ സ്നേഹയാണ് മരിച്ചത്. ജോലിക്ക് പോകുന്നതിനിടെ ഊരകത്ത് വെച്ച് സ്വകാര്യ ബസ്സിടിച്ച് വില്ലേജ് ഓഫീസ് ജീവനക്കാരിയായ സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. പൂച്ചിന്നിപ്പാടം തളിക്കുളം വീട്ടിൽ 32 വയസ്സുള്ള സ്നേഹയാണ് മരിച്ചത്. പൊറുത്തുശ്ശേരി വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റാണ്. ബുധനാഴ്ച രാവിലെ 9:30 ഊരകം ലക്ഷം വീട് ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തായിരുന്നു അപകടം. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിനെ മറികടന്നു വന്ന റീബോൺ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്നേഹയുടെ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചുവെന്നും ബസിന്റെ പിൻചക്രം സ്നേഹയുടെ തലയിലൂടെ കയറിയിറങ്ങിയെന്നും നാട്ടുകാർ പറഞ്ഞു. ബസ് ജീവനക്കാർ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ബസ് അപകടത്തിൽ ഒട്ടേറെ മരണങ്ങൾ നടന്ന പ്രദേശമാണിത്. വർഷങ്ങൾക്ക് മുൻപ് അപകടത്തിന് കാരണമായ 2 സ്വകാര്യ ബസ്സുകൾ തീയിട്ട് നശിപ്പിച്ചത് ഉൾപ്പെടെ നിരവധി സംഘർഷങ്ങൾ അപകടം മൂലം ഈ ഭാഗത്തുണ്ടായിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പഞ്ചായത്താണ് മാളയിലെ 21 വാർഡുകളിലായി 92 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിനിടെ മാള പഞ്ചായത്തിൽ വിമതനായി മത്സരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM മാള ലോക്കൽ കമ്മിറ്റി അംഗവുമായ TP രവീന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മാള ഗ്രാമപഞ്ചായത്തിൽ 126 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ 33 പേർ പിൻവലിച്ചു. ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. മാള വാർഡ് 16-ലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. കോൺഗ്രസിന് 2 വിമത സ്ഥാനാർത്ഥികളുള്ള ഈ വാർഡിൽ 8 പേരാണ് മത്സരിക്കുന്നത്. മറ്റു വാർഡുകളിൽ കോൺഗ്രസിൽ വിമതരായി മുൻ മണ്ഡലം പ്രസിഡന്റ് വരെ ഉണ്ട്. സന്തോഷ് ആത്തപ്പിള്ളി, ജോഷി പെരിയപ്പാടൻ എന്നിവർ വിമതരുടെ കുപ്പായം ധരിച്ചപ്പോൾ നിലവിലെ മണ്ഡലം പ്രസിഡന്റ് സ്വന്തം സഹോദരൻ തന്നെയാണ് വിമതനായി ഉറച്ചു നിൽക്കുന്നത്. അതിനിടെ വിമതനായി മത്സരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM മാള ലോക്കൽ കമ്മിറ്റി അംഗവുമായ TP രവീന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ജില്ലാ സെക്രട്ടറിയാണ് നടപടിയെടുത്തത്. പാർട്ടി നടപടി ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. CPM ഏരിയ കമ്മിറ്റി മുൻ അംഗവും മാള പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ് TP രവീന്ദ്രൻ. മീഡിയ ടൈം, മാള. കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയിരുന്ന കാട്ടുകൊമ്പൻ ചെരിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മലയാറ്റൂർ DFO P കാർത്തിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. 12 വയസ്സ് പ്രായമുള്ള കൊമ്പന് മുറിവിലൂടെയുണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സെപ്റ്റംബർ ആദ്യവാരത്തിലാണ് വാഴച്ചാൽ ഡിവിഷനിലെ അതിരപ്പള്ളി റേഞ്ച് പരിധിയിൽ പിൻകാലിൽ പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടത്. തുടർന്ന് 19-ന് വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി. പിന്നീട് മലയാറ്റൂർ ഡിവിഷൻ കാലടി റേഞ്ച് പരിധിയിൽ പരിക്ക് ഭേദമാകാതെ കണ്ട ആനയ്ക്ക് ഒക്ടോബർ 7-ന് വീണ്ടും മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിൽ ആനയുടെ പരിക്ക് ഭേദമായതായും തീറ്റയെടുക്കുന്നതായും കണ്ടെത്തി. ഇക്കഴിഞ്ഞ 17-ന് കിടക്കുന്ന നിലയിൽ കണ്ട ആനയ്ക്ക് വീണ്ടും വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ചൊവ്വാഴ്ച ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. മലയാറ്റൂർ DFO P കാർത്തികിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ് C ബാബു, ഡോക്ടർ മിനേഷ് ചാക്കോച്ചൻ, ഡോക്ടർ എഡിസൺ മാത്യു എന്നിവർ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.
കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡ് തീർത്തും തൊഴിലാളി വിരുദ്ധമാണെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. UDTF-ന്റെ നേതൃത്വത്തിൽ തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു INTUC ജില്ലാ പ്രസിഡന്റും UDTF ജില്ലാ ചെയർമാൻ കൂടിയായ സുന്ദരൻ കുന്നത്തുള്ളി. സ്വകാര്യവൽക്കരണം, കുത്തകകളെ ഏൽപ്പിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ചുള്ള സമരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 10-12 വർഷമായി ഒരു യോജിച്ച പ്രക്ഷോഭമായി ഇന്ത്യയുടെ ആകമാനം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ നടത്തിയത്. പക്ഷേ കഴിഞ്ഞ 5 വർഷം തന്നെ കൊണ്ടുവന്ന ഈ ലേബർ കോഡ് അതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾ അതിജീവിച്ചുകൊണ്ട് തൊഴിലാളികൾ ദ്രോഹിക്കുന്നതായിരുന്നു എന്ന കാര്യം തർക്കമില്ല. നമുക്ക് ഇന്ന് ചർച്ചകൾ നടക്കുന്നു. ഇന്നലെ മലയാള മനോരമ വെച്ച ചർച്ചകളിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ BMS ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് ദൃശ്യങ്ങൾ കാണുകയും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പ്രമുഖരായ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് മനസ്സിൽ തീർച്ചയായിട്ടും ആശങ്ക കോരിയിടുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ കാണുന്നത്. CA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ ധർണയിൽ B ശശീന്ദ്രൻ, CH ദാനചന്ദ്രൻ, രതീഷ് KB, മേരി ജോളി, VA ഷംസുദ്ദീൻ, KN നാരായണൻ, ജോൺസൺ, സെബാസ്റ്റ്യൻ PG തുടങ്ങിയവർ സംസാരിച്ചു. ഇറ്റലിയിലേക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് 5,80,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. വലപ്പാട് സ്വദേശി അറയ്ക്ക വീട്ടിൽ ഷഫീർ എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എറിയാട് പേബസാർ സ്വദേശിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. 5 ലക്ഷം രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. വെങ്കിടങ്ങ് കരുവന്തര സ്വദേശി മാമസ്രയില്ലത്ത് വീട്ടിൽ നിസ അബ്ദുൾ സലീമിനെയാണ് അറസ്റ്റ് ചെയ്തത്. അണ്ണല്ലൂർ തിരുത്തിപ്പറമ്പ് സ്വദേശി പുതിയ പറമ്പിൽ വീട്ടിൽ സ്റ്റെവിൻ പൗലോസിനെ വിസ ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപ വാങ്ങിയ ശേഷം തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. അന്നമനട മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. AICC സെക്രട്ടറി റോജി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികമായി ജനങ്ങൾ ദുരിതത്തിലായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല. നമ്മൾ ഭവന സന്ദർശനത്തിന് പോകുമ്പോഴും കവലയിൽ പോകുമ്പോഴും റോഡിലിറങ്ങി നടക്കുമ്പോഴുമെല്ലാം നമ്മളെ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളോട് എന്താ പറയുക, എങ്ങനെയെങ്കിലും പിണറായി എന്ന് പറഞ്ഞു വിടണം, എങ്ങനെയെങ്കിലും ഭരണമൊന്ന് അവസാനിപ്പിക്കണം, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് നിന്ന് ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്നാണ് നമ്മളോട് പറയാറ്. ശരിയല്ലേ? ഏത് വഴിക്ക് പോയാലും ആളുകൾ നമ്മളോട് കൂടെ ഒറ്റ കാര്യമാണ്. കാരണം അത്രയധികമായിട്ട് ജനങ്ങൾ ദുരിതത്തിലായിരുന്നു. എന്തുകൊണ്ട് ജനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ദുരിതത്തിലായി എന്ന് ചോദിച്ചാൽ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഞാൻ 2-3 കാര്യങ്ങൾ, ഞാൻ വലിയ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, 3-4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ടും താറുമാറായി. സമ്പദ് വ്യവസ്ഥ താറുമാറായി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട് അന്നു മുതൽ 2016 പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടം വരെ കേരളത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് 1,50,000 കോടി രൂപയാണ്. ആ 1,50,000 കോടി രൂപയായിരുന്ന സംസ്ഥാനത്തിന്റെ കടം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയായി മാറി. മണ്ഡലം UDF ചെയർമാൻ PK തിലകൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PJ ജനീഷ്, DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൾ കരീം സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. പുതിയതായി നിയമിതനായ DCC ജനറൽ സെക്രട്ടറി KK രവി നമ്പൂതിരിയെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അനുമോദിച്ചു. രമേശൻ ഇലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു. IUML ജില്ലാ സെക്രട്ടറി MH ഫൈസൽ, ആൽബിൻ പ്ലാക്കൽ, നൌഷാദ് വാളൂർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് മൊയ്തീൻ, PD ജോസ്, നിർമ്മൽ സി പാത്താടൻ, K സിദ്ദിഖ്, MB പ്രസാദ്, VA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. UDF പെരിഞ്ഞനം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി. ബെന്നി ബെഹ്റാൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പെരിഞ്ഞനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കെട്ടിപ്പടുക്കാൻ പണ്ടുകാലത്ത് ശ്രമിച്ച പലരും ഇപ്പൊ നിരാശരാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ കോട്ടയുടെ കല്ലെടുത്ത് വെക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയുടെ കല്ലെടുത്ത് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന CPI-ക്കാർ നമ്മളെക്കാൾ പരമദയനീയതല്ല അവരുടെ കാര്യം. അവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഈ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുക. കാര്യം പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുണ്ട്, പഞ്ചായത്തിൻ്റെ നേട്ടങ്ങളുണ്ട്, പഞ്ചായത്തിൻ്റെ കോട്ടങ്ങളൊക്കെയുണ്ട്.
60 വർഷക്കാലത്തോളം ഈ പഞ്ചായത്ത് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഈ പഞ്ചായത്തിലുണ്ടായ വികസനം എന്ത്? തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഇലക്ഷൻ കോർഡിനേറ്റർ നസീർ പുഴങ്കയില്ലത്ത് സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ KM നിഷാദ്, വൈസ് ചെയർമാൻ VC രാധാകൃഷ്ണൻ, നേതാക്കളായ MK അബ്ദുൾ സലാം, CC ബാബുരാജ്, TM നാസർ, SA സിദ്ദിഖ്, മൻസൂർ അന്താറത്തറ, ഷീല വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. UDF മതിലകം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മതിലകം സെന്ററിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 60 വർഷക്കാലമുണ്ടായത് വളർച്ചയാണോ പുരോഗതിയാണോ എന്ന് വിലയിരുത്താൻ ഞങ്ങൾ അഭ്യർത്ഥിക്കും. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടാകുമ്പോൾ മതിലകത്തിന്റെ 60 വർഷം, അപ്പുറത്ത് കൈപ്പമംഗലമുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മറ്റു ചില പഞ്ചായത്തുകൾ ഇവിടെയല്ല, ഐക്യജനാധിപത്യമെന്ന് ഭരിക്കുന്ന ചില പഞ്ചായത്തുകൾ, അവിടെ എല്ലാം നടന്നതാണോ ഇവിടെ നടന്നത്? അവിടെ നടന്നിട്ടുണ്ട്, ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ എൻ്റെ ബഹുമാനായ സ്നേഹിതൻ സ്ഥാനാർത്ഥി കൂടിയായ സുനിലും അധ്യക്ഷനുമൊക്കെ ചില 60 വർഷക്കാലത്ത് ഈ മേഖലയിലുണ്ടായ അഴിമതി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് പരാതിയുണ്ട്, ജനങ്ങൾക്ക് പരിഭവങ്ങളുണ്ട്. 60 വർഷക്കാലം ഭരിച്ചിട്ടും ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്കും പുരോഗതിക്കും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള കാര്യക്ഷമത കാണിക്കാത്തവർ, അധികാരം കുത്തകയായി വന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന അതിൻ്റെ പ്രമത്തത മൂലം വഴിതെറ്റിപ്പോയ ഭരണകർത്താക്കളുടെ സമീപനത്തെക്കുറിച്ച് അതെല്ലാം ഇവിടെ പ്രാദേശികമായി ചർച്ച ചെയ്യപ്പെടും. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് എന്നിവർ മുഖ്യാതിഥികളായി. UDF നേതാക്കളായ CS രവീന്ദ്രൻ, SA സിദ്ദിഖ്, സുനിൽ P മേനോൻ, TS ശശി, ഹാഷിം തങ്ങൾ, മൻസൂർ അന്താറത്തറ എന്നിവർ സംസാരിച്ചു. മാള സൊക്കോഴ്സോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും ജൂബിലി ആഘോഷവും നടന്നു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തന്നെ നവോത്ഥാന നായകരിൽ പ്രമുഖനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ജാതിക്കും മതത്തിനും കക്ഷിരാഷ്ട്രീയത്തിനും അതീതമായിട്ട് കേരളത്തിന്റെ മലയാളക്കരയുടെ നവോത്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിത്വം. അതിനുശേഷം വന്നവര് തുടർന്ന് ആ നവോത്ഥാന പ്രക്രിയ തുടർന്നു. അത് ചട്ടമ്പി സ്വാമികളായാലും അത് കഴിഞ്ഞിട്ട് വന്ന വ്യക്തികളായാലും ലക്ഷ്യം വെച്ചത് ഈ നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ്. അപ്പോൾ നവോത്ഥാന നായകരിൽ പ്രമുഖനായിട്ടുള്ള ചാവറച്ചൻ സ്ഥാപിച്ച CMC സമർപ്പണ സമൂഹത്തിന്റെ ഉദയ പ്രൊവിൻസിന്റെ തിലകക്കുറിയാക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കലാലയമാണ്. സിസ്റ്റർ ധന്യ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോർജ് പാറേമാൻ, ഫാദർ ഡേവിസ് ചിങ്ങനിയാടൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷറഫ്, വാർഡ് മെമ്പർ TV യദുകൃഷ്ണൻ, മാള BPC ഡോക്ടർ P ലിജു, ജോസ് പയ്യപ്പള്ളി, LP പ്രധാനാധ്യാപിക സിസ്റ്റർ മേരി, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ് മരിയ എന്നിവർ സംസാരിച്ചു. മതേതര ജനാധിപത്യ മാനവിക മൂല്യങ്ങൾക്ക് വില നൽകാത്ത ദേശീയത ഉപേക്ഷിക്കപ്പെടണമെന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച് ഡയറക്ടർ പ്രൊഫസർ KM സീതി അഭിപ്രായപ്പെട്ടു. MES അസ്മാബി കോളേജിൽ അബ്ദുൾ റഹ്മാൻ ചെയർ ഫോർ സർക്കുലർ സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കോളേജ് പ്രിൻസിപ്പൽ സനന്ദ് C സദാനന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മുഹമ്മദ് അരീജ്, ഹഷീം ഷാഹുൽ, നൂറുദ്ദീൻ, ക്യാപ്റ്റൻ MB ബിന്ദിൽ എന്നിവർ സംസാരിച്ചു. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി അസ്മാബി കോളേജിൽ നിന്ന് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ വീട്ടിലേക്ക് സന്ദേശയാത്ര സംഘടിപ്പിച്ചു. കയ്പമംഗലം കാളമുറിയിൽ കാറിന്റെ ബോണറ്റിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. കാളമുറി പടിഞ്ഞാറ് അകമ്പാടം കുഴിക്കണ്ടത്തിൽ അബ്ദുൾ കരീമിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിലാണ് പാമ്പ് കയറിയത്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ചാലക്കുടി ഫോറസ്റ്റ് ആറാട്ടി അംഗം കൂളിമൂട്ടം സ്വദേശി അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ വനപാലകർക്ക് കൈമാറും.
ഇനി തിരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ എൻ്റെ പഞ്ചായത്ത് കാണാം. ഇന്ന് കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം. ചാലക്കുടിയുടെ തെക്കേയറ്റത്ത് എറണാകുളം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ചെറുപട്ടണമാണ് കൊരട്ടി. ഇന്ന് നമുക്ക് കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് കൊരട്ടി. ദേശീയപാത 544 തൃശൂർ എറണാകുളം ജില്ലാ അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ് കൊരട്ടി. സമീപ പഞ്ചായത്തുകളെ തട്ടിച്ചു നോക്കുമ്പോൾ സാമ്പത്തിക വരുമാനമുള്ള പഞ്ചായത്താണ് കൊരട്ടി. 2500-ലേറെ ജീവനക്കാരുണ്ടായിരുന്ന കൊരട്ടി മധുര കോട്ട്സും കേന്ദ്ര സർക്കാർ അച്ചുകൂടവും അടച്ചുപൂട്ടിയപ്പോൾ നാട് നേരിട്ട പ്രതിസന്ധികൾ ചെറുതല്ല. ഇൻഫോ പാർക്കിൻ്റെയും കിൻഫ്രയുടെയും കാർബോറാണ്ടം അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ആഗമനത്തോടെ വികസനത്തിലേക്ക് ഉയരുന്ന പഞ്ചായത്ത് കൂടിയാണ് കൊരട്ടി. ഏക്കർ കണക്കിന് സർക്കാർ ഭൂമിയും വികസന സാധ്യതകളും മുറ്റിനിൽക്കുന്ന കൊരട്ടി ഗ്രാമപഞ്ചായത്ത് ഇരുമുന്നണികളോടും സമദൂരം പാലിക്കുന്നു. എങ്കിലും കഴിഞ്ഞ 2 വട്ടവും ഇടതുപക്ഷത്തെ ചേർത്തു പിടിക്കുകയായിരുന്നു ഇവിടം. നിലവിലെ കക്ഷിനില ഇങ്ങനെയാണ്. ആകെ വാർഡുകൾ 19, പുനഃക്രമീകരണത്തിനു ശേഷം 21 വാർഡുകൾ. LDF 10, UDF 6, BJP 2, സ്വതന്ത്രാംഗം 1. വികസന പ്രക്രിയയിൽ 19 ജനപ്രതിനിധികളെയും ചേർത്ത് നിർത്താനായി എന്നാണ് നിലവിലെ പ്രസിഡന്റ് PC ബിജു പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് 4 വർഷം പിന്നിടുമ്പോൾ ഭരണസമിതിക്ക് വലിയ ആത്മസംതൃപ്തിയാണ്. കാരണം നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടിരുന്നു. 3 വിവിധ കക്ഷികളുണ്ട്. പക്ഷെ എല്ലാവരോടും നമ്മൾ പറഞ്ഞത് നമുക്ക് 5 വർഷക്കാലം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച കൊരട്ടിക്ക് എന്ത് നേട്ടമുണ്ടായി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 5 വർഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്ര സമയം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഭരണസമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതല്ല, നമുക്ക് 5 വർഷത്തിന് ശേഷം കൊരട്ടിയിലെ ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയും, അതാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തീരുമാനിച്ചു. എല്ലാ സപ്പോർട്ടും എല്ലാ ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് 4 വർഷം പിന്നിടുന്നത്. അല്ല, ആദ്യം പ്രധാനപ്പെട്ട പദ്ധതി എന്ന് വെച്ചാൽ നമ്മുടെ 70കളിൽ പണിത 80 ലക്ഷം വീട്. അപ്പോൾ ഈ പഞ്ചായത്തിനകത്ത് 4 കോളനിക്കകത്താണ് അത്തരം വീടുകളുള്ളത്. അപ്പോൾ അതിൽ ഒരു ചുമരിൽ അപ്പുറം ഇപ്പുറമുള്ള വീടുകളാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ 37 വീടുകൾ, അതായത് ഗുണഭോക്താവിൻ്റെ ഇന്ന് 1 ലക്ഷം രൂപ മാത്രം വിഹിതം വാങ്ങിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചിറമേൽ ട്രസ്റ്റ്, പഞ്ചായത്ത്, ഗൃഹശ്രീ ഭവന പദ്ധതി പ്രകാരം ഭവന ബോർഡിൻ്റെ 2 ലക്ഷം, അങ്ങനെ 5.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് കൂടാതെ വന്നു. പിന്നെ നമ്മൾ കുറേ സ്പോൺസർഷിപ്പൊക്കെ കണ്ടെത്തിയിട്ട് കുറച്ച് കാലതാമസമൊക്കെ നേരിട്ട് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തീർക്കാൻ പറ്റിയില്ല. പക്ഷേ 37 വീടിൻ്റെ പണി പൂർത്തീകരിച്ച് താക്കോല് കൈമാറി അവർക്ക്. അതുപോലെ തന്നെ വീടിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് ഫേസ് 2-ൽ 85 വീടുകളുടെ പണി പൂർത്തീകരിച്ചു. ഇനി നമുക്ക് ആ ലിസ്റ്റിൽ ബാലൻസ് ഉള്ളത് 45 പേരാണ് നമുക്കിനി അതായത് ആ ലിസ്റ്റിൽ ബാലൻസ് ഉള്ളൂ. ആ 45 വീട് പണിയാൻ ആവശ്യമായ പണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാർഷിക പദ്ധതിയിൽ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പൂർണ്ണമായിട്ടും ഒരു ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റ് സമ്പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. ഇതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതി നമുക്ക് സർക്കാരിൻ്റെ ഒരു പൊതു നിർദ്ദേശം ഉണ്ടായിരുന്നു. 1000 വനിതകൾ 10 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ കഴിയണം. അപ്പോൾ നമുക്കൊരു വനിതാ വ്യവസായ കേന്ദ്രം ആറ്റപ്പാടത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൊരട്ടി സ്ത്രീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സംരംഭം ആരംഭിക്കാൻ ഉദ്ദേശിച്ചു. അത് ബഹുവർഷ പദ്ധതിയായിട്ട് നമ്മൾ അതിന് പ്രോജക്റ്റ് തയ്യാറാക്കിയത്. ഇപ്പോൾ പണിയെല്ലാം പൂർത്തീകരിച്ചു. അതിലേക്ക് ആവശ്യമായ മിഷണറീസ് എല്ലാം എത്തിച്ചു. സമൂഹ അടുക്കള അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് പ്രാതൽ ഭക്ഷണങ്ങൾ, ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങൾ, വൈകിട്ടുള്ള ഭക്ഷണങ്ങൾ അത് അവിടെ പാചകം ചെയ്തിട്ട് വിവിധ കേന്ദ്രങ്ങൾ, വിവിധ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ച് അവിടെ വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു 100 പേർക്കെങ്കിലും വനിതകൾക്ക് അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ കഴിയും. ആ ഒരു പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണ രംഗത്താണ്. ഹരിതകർമ്മസേന രൂപം കൊണ്ടു. തുടക്കത്തിൽ വലിയ പരാതിയും അതുപോലെ തന്നെ വലിയ പ്രയാസമൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ പിന്നീട് നമ്മളെ സംബന്ധിച്ച് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് 21 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് 14 പുരസ്കാരങ്ങൾ നമുക്ക് നേടാനായത് മാലിന്യ സംസ്കരണ രംഗത്താണ്. അപ്പോൾ അതിൽ വലിയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കൂടാതെ തന്നെ നമ്മൾ എല്ലാ മാസത്തിലും മറ്റ് പാഴ്വസ്തുക്കൾ തീർത്തും പറഞ്ഞ അടിവസ്ത്രം ഒഴിച്ച എല്ലാ പാഴ്വസ്തുക്കളും നമ്മൾ
കൊരട്ടി പഞ്ചായത്ത് ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വലിയൊരു പ്രതിസന്ധിയും പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് ആളുകൾ ആവശ്യപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാനിറ്ററി നാപ്കിൻ ഡയഫർ അതെങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം. ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ വഴിയരികിൽ എപ്പോഴും ഇതൊക്കെ കൊണ്ടു തള്ളുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ മാർച്ച് മാസത്തിൻ്റെ അവസാനത്തിലാണ് അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു, അതിനും നമ്മൾ പരിഹാരം കണ്ടെത്തും. അപ്പോൾ നമ്മൾ സാനിറ്ററി നാപ്കിനും അതോടൊപ്പം ഡയഫറും അത് നശിപ്പിക്കുന്നതിന് ആവശ്യമായ ഇൻസിനറേറ്റർ 25 ലക്ഷം രൂപ ചിലവഴിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. ഇനി PCBയുടെ സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആരംഭിക്കാൻ കഴിയും. ആരംഭിക്കാന്ന് വെച്ചാൽ ഇനി അധികം താമസമൊന്നുമില്ല. നമ്മുടെ ക്രിമിറ്റോറിയത്തിനകത്ത് തന്നെയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഏറ്റവും വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. സാമൂഹികക്ഷേമം, അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, ആരോഗ്യ പരിചരണം, ഭരണനിർവഹണം, സേവന മികവ്, ശുചിത്വം എന്നീ മേഖലകളിൽ 27 ദേശീയ, സംസ്ഥാന, ജില്ലാ പുരസ്കാരങ്ങൾ ലഭിച്ചു. 3 ദേശീയ സെമിനാറുകളിൽ കൊരട്ടി മാതൃക അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും PC ബിജു പറയുന്നു. കുടിൽ രഹിത കൊരട്ടി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. 1,00,000 വീടുകൾ ഒറ്റ വീടുകളാക്കി. സർക്കാരിൻ്റെയും സ്വകാര്യ പങ്കാളിത്തത്തോടെയും 300 വീടുകൾ നിർമ്മിച്ചു. പ്ലാസ്റ്റിക് മാലിന്യത്തിനു പുറമെ വേസ്റ്റ് ചെരുപ്പുകൾ, കുപ്പിച്ചില്ലുകൾ, കിടക്ക, പായ, ടയറുകൾ, പഴയ തുണികൾ, ബാഗുകൾ, തെർമോക്കോൾ തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഗ്രീൻ കൊരട്ടി, കെയർ കൊരട്ടി എന്ന മാതൃകാ പദ്ധതിക്ക് രൂപം നൽകിയെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഡയപ്പർ ആൻഡ് നാപ്കിൻ സംസ്കരണ പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയായി. ദേശീയ നിലവാരത്തിലേക്ക് 4 കെട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാറ്റി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ആംബുലൻസ് സംവിധാനം, മിതമായ നിരക്കിൽ ആധുനിക ലാബ് എന്നിവ ഒരുക്കി. 2 വാർഡുകളിൽ വനിതാ ജിംനേഷ്യത്തിനു പുറമെ 19 വാർഡുകളിലും ഓപ്പൺ ജിം സ്ഥാപിച്ചു. നീരുറവ തേടി എന്ന പദ്ധതി വഴി പൊതുകുളങ്ങളും കിണറുകളും വീണ്ടെടുത്തു. ശ്രീവുഡ് പദ്ധതി, ക്രിമിറ്റോറിയം 2ാം ചേംബർ, കൊരട്ടി പഞ്ചായത്ത് LP സ്കൂളിൽ AI ടീച്ചർ തുടങ്ങിയവയും നടപ്പിലാക്കി. എന്നാൽ പ്രതിപക്ഷം ഭരണസമിതിയുടെ വാദങ്ങളെ പൊളിച്ചടക്കുന്നു. വാചക കസർത്തിലും ആത്മപ്രശംസയിലും ഒതുങ്ങിയ 5 വർഷക്കാലമാണ് കടന്നുപോയതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജോയ് പെരേപ്പാടൻ പറഞ്ഞു. ഒരുപാട് പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ശ്രീ ഫുഡ് പോലെയുള്ള ഈ ബഡ്ജറ്റിൽ തന്നെ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു. 5 വർഷത്തോളം കാലമായി ഒന്നും തന്നെ ആക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നിരവധി പ്രഖ്യാപനങ്ങൾ പല കാര്യത്തിലും നടത്താറുണ്ട്. ഇപ്പോൾ നമ്മുടെ SC ഫ്ലാറ്റുകൾ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും മുൻ തവണത്തെ ഭരണസമിതിയിലുള്ളതായിരുന്നെങ്കിലും ഇത്തവണ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു. മറ്റ് പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേയുടെ NOC അടക്കം വാങ്ങുന്നതിൽ പ്രതിപക്ഷം കൂടെ നിന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എങ്കിൽ പോലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ എല്ലാം പഞ്ചായത്തിന് വരുമാനം ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ബ്യൂറേജ്. നമ്മുടെ മാർക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നിലവിലിപ്പോൾ ഇവിടെ നിന്ന് മാറി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് നമ്മളോട് പറഞ്ഞത് ബ്യൂറേജിന് അന്ന് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ബ്യൂറേജ് മാറിപ്പോയതായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളത് വേണ്ടത്ര സൗകര്യം ഒരുക്കി കൊടുക്കുമെന്നുള്ള വാഗ്ദാനം എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പോലും ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. അങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ കാര്യത്തിലൊന്നും മികവ് പുലർത്താനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ സാമ്പത്തിക വർഷം തന്നെ ഏകദേശം ഒരു 2 കോടി രൂപയുടെ അടുത്ത് പഞ്ചായത്തിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പോയ ഒരു പഞ്ചായത്താണ് എന്നുള്ളത് ദുഃഖസമേതം പറയേണ്ടി വരും. കാരണം നമ്മുടെ കൊരട്ടിയിലെ ആളുകൾക്ക് കിട്ടുന്ന, പ്രത്യേകിച്ച് കൊരട്ടിയിലെ വലിയ വരുമാനമുള്ള പഞ്ചായത്തുകളിൽ ഒന്നായിട്ട് കൂടി വേണ്ടത്ര കാര്യങ്ങളിലേക്ക് ഗതിവേഗം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയേണ്ട അവസ്ഥയാണ്. പല പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒഴുകി. ഇപ്പോൾ സാരി തരൂ സഞ്ചി തരാം എന്നൊക്കെ ഉള്ള വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും അതൊക്കെ CSR ഫണ്ട് വഴി ഓരോ സഞ്ചി വിതരണം ചെയ്തു എന്നല്ലാതെ യഥാർത്ഥത്തിലുള്ള പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഉപയോഗശൂന്യമായ സാരികൾ കൊണ്ടുവന്ന് സഞ്ചികളാക്കി കൊടുക്കുക എന്നുള്ള, അപ്പോഴാണ് ഒരു കൃത്യമായ ഒരു പദ്ധതിയായി മാറുന്നത്. ഇതുപോലുള്ള പദ്ധതി പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റലായിട്ട് നമ്മുടെ മുഴുവൻ സാക്ഷരത പ്രഖ്യാപനം ഈ പഞ്ചായത്ത് നടത്തി. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കൊരു മാതൃകയൊക്കെ ഉണ്ട്. നമ്മൾ സാക്ഷരതാ മിഷൻ വഴി വർഷങ്ങളെടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ സാക്ഷരതാ മിഷനിലേക്കൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം ക്യാമ്പ് വെക്കുകയും ആ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും അല്ലാതെ അതങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് മാത്രം ഉള്ള ഒരു സർവേ ആയിട്ടാണ് നമുക്കത് തോന്നിയത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രതിപക്ഷം എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ്. ഇതിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ പൂർത്തീകരിച്ച 2 പദ്ധതികൾ എന്ന് അവർ പറയുന്ന ഒരു പദ്ധതി ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കുകയാണുള്ളത്. അതിനകത്തൊരു 37 വീടുകൾ ഇനിയുണ്ട് പൂർത്തീകരിക്കാൻ. ആ 37 വീടുകളുടെ പൂർത്തീകരണത്തിൽ തന്നെ ഞങ്ങൾക്ക് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്.
കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോൺട്രാക്ട് എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തീകരിച്ചത് മിക്കവാറും അതാത് വാർഡുകളെയും മറ്റുള്ള ആളുകളൊക്കെ ചേർന്ന് ആളുകളുടെ നിന്ന് പൈസ സ്വരൂപിച്ചാണ് അതിൻ്റെ പൂർത്തീകരണം നടത്താൻ കഴിഞ്ഞത്. അതും അതിൻ്റെ ആരംഭഘട്ടത്തിൽ അതിൻ്റെ പണിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ സൂചിപ്പിച്ചു. പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു കൃത്യമായൊരു വിലയിരുത്തലുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചിറമേൽ അച്ഛനെ പോലുള്ള ആളുകളൊക്കെ ഓരോ ലക്ഷം രൂപ നമുക്ക് തന്നിട്ടാണ്. അത്രയധികം പുറമേ നിന്നുള്ള സഹകരണം ഉണ്ടായിട്ടും അതൊക്കെ വേണ്ട രീതിയിൽ നടത്തിപ്പിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഒരു പദ്ധതി എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതി പൂർത്തീകരിച്ചാണ് ഹരിതകർമ്മസേനയുമായിട്ട്. വളരെയധികം നമ്മൾ നോക്കിക്കാണുന്ന ഒരു പദ്ധതിയാണ്. കാരണം മാലിന്യ നിർമ്മാർജ്ജനം എന്തായാലും നമ്മുടെ കടമയാണെന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക്. പക്ഷെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്കും എത്തുമ്പോൾ നിരവധി അവാർഡുകളൊക്കെ വാങ്ങിയെന്ന് അവകാശപ്പെടുമ്പോഴും പലപ്പോഴും പത്രവാർത്തകളിലൂടെ മാലിന്യങ്ങളൊക്കെ റോഡരികിലാണ് തള്ളുന്നത് എന്നുള്ള പത്രവാർത്തകൾ കാണാനൊക്കെ ഉള്ളതാണ് നമ്മൾ കാണുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഒന്നുള്ളൊരു പൂർത്തീകരണത്തിലേക്കൊക്കെ എത്താനായിട്ടുള്ള ഈ പദ്ധതികളാണ് നിലവിൽ 2 പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറയുന്നത്. ആ പദ്ധതികളിലും ഞങ്ങൾക്ക് ഉള്ള ആക്ഷേപമാണ് ഞങ്ങൾ പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വാചക കസർത്തിൻ്റെയും ആത്മപ്രശംസയുടെയും 5 വർഷക്കാലമാണ് കടന്നുപോയത്. AC ഫ്ളാറ്റ് നിർമ്മാണം ജലരേഖയായി. ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലനിൽക്കുന്ന സ്ട്രീറ്റ് പദ്ധതി പൂർത്തിയാകാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് മാർക്കറ്റിന്റെ ശോച്യാവസ്ഥ കണ്ടില്ലെന്ന് നടിച്ചു. മാർക്കറ്റിനുള്ളിൽ ലക്ഷങ്ങൾ മുടക്കിപ്പെടുന്ന പുതിയ കെട്ടിടം തെരുവ് നായ്ക്കളുടെ അഭയകേന്ദ്രമായി. അവാർഡുകളിൽ മതിമറക്കുമ്പോൾ ഹരിതകർമ്മസേനകൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തെരുവോരങ്ങൾ സംഭരണ കേന്ദ്രങ്ങളാക്കുന്നത് കാണാതെ പോകുന്നു. എല്ലാ വാർഡുകളിലും മിനി ACFകൾ എന്ന പ്രഖ്യാപനം നടപ്പാക്കിയില്ല. മാസങ്ങളായി പ്രാദേശിക റോഡുകൾ തകർന്നു കിടന്നിട്ടും നടപടിയില്ല. MLA, MP എന്നിവർ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഹൈമാസ്റ്റ് വിളക്കുകൾ നൽകാൻ തയ്യാറായിട്ടും പഞ്ചായത്ത് സ്വീകരിക്കാൻ തയ്യാറായില്ല. നിലാവ് പോലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് പഞ്ചായത്തിന് ലക്ഷങ്ങൾ നഷ്ടം വരുത്തി. പഞ്ചായത്ത് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതുമൂലം ലഭ്യമായ കോടിക്കണക്കിന് രൂപ നഷ്ടമാക്കി. സാരി തരൂ, സഞ്ചി തരാം, പൊൻപുലരി, സ്പോർട്സ് ഹബ്ബ് തുടങ്ങി പദ്ധതികൾ പ്രഖ്യാപനങ്ങളിലും വാർത്തകളിലും ഒതുങ്ങിയെന്നും ബിജോയ് പെരേപ്പാടൻ പറഞ്ഞു വയ്ക്കുന്നു. രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ വാഴ്വും വീഴ്വും കണ്ടറിഞ്ഞവരാണ് കൊരട്ടിയിലെ വോട്ടർമാർ. അനുദിനം വികസനം ആഗ്രഹിക്കുന്ന കൊരട്ടിക്ക് മാതൃകയുള്ള ഭരണമാണ് നാളേക്കായി വേണ്ടത്. അത് കൊരട്ടിയിൽ സാധ്യമാകുമെന്ന് തന്നെ കരുതാം. ദേശീയപാത കുരുക്കൽ എന്നോണം വാഗ്ദാനങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഇടയിലാണ് കൊരട്ടിയിലെ ജനജീവിതം. നാളെകൾ ജനോപകാരപ്രദമാവട്ടെ എന്ന പ്രത്യാശയിൽ നിർത്തട്ടെ. മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മരിച്ചത് മേത്തല പ്ലാവിടപ്പറമ്പിൽ സത്യന്റെ ഭാര്യ 62 വയസ്സുള്ള ഷീജ. ഊരകത്ത് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം. തൃശൂർ പൂച്ചുന്നിപ്പാടം സ്വദേശി ജെറിയുടെ ഭാര്യ സ്നേഹയാണ് മരിച്ചത്. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പഞ്ചായത്തായി മാള. മാളയിൽ 21 വാർഡുകളിലായി 92 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.